ദാൽ ലേക്കിലെത്തി. ഇനിയും ഷിക്കാര ട്രെയിൻ. ഞങ്ങൾ 12 പേരാണുള്ളത്. അപ്പോൾ 4 പേർക്ക് ഒരു ഷിക്കാര, അങ്ങനെ 3 ഷിക്കാരയിൽ ഞങ്ങൾ പോകുന്നത് 1 hour ഡ്രൈവ്. അപ്പോൾ ഷിക്കാരയിൽ കയറുകയാണ്. വലുതാവ് ഷിക്കാറ്. ഒരാൾ കയറി, അടുത്തയാള് കയറി. റെഡി. യെസ്, അങ്ങനെ ഷിക്കാരയിൽ കയറിയിരിക്കുന്നു. 2 സുന്ദരികൾ ഷിക്കാരയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു സുന്ദരൻ ഇവിടെ ഉണ്ട്. അതോ അടുത്ത ടീം അവിടെ കയറുന്നുണ്ട്. സ്മിത പേടിച്ചാ കയറുന്നേ. അതാ രാജേഷും പ്രിയ പത്നിയും കയറുന്നു. അല്ല, മറ്റവിടെ പോയി അതാ കൊച്ചു ഡാൻസ് ചെയ്തത്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ബോബി കയറുന്നുണ്ട്. ബോബി കയറുന്നുണ്ട്. അതെ, ഗോഷ്. യെസ്. അവിടെ ആരൊക്കെ ഫോട്ടോ എടുത്ത് പണ്ടാടക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് നോക്കണേ. അപ്പൊ തോന്നും ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ തുഴയാ മൗനരാഗ കിളികളായി പ്രേമസാഗരം കടൽ നീലവും ഗഗനവും പുൽകുമോളവും തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ. ഒരു പിടി മനസ്സിൽ 1000 കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. ഒരു പിടി മനസ്സിൽ 1000 കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. എന്നെന്നും ലാളിക്കാനീ ഓർമ്മകൾ. ഞങ്ങളിങ്ങനെ ദാൽ ലേക്കില് ശാന്തസുന്ദരമായിരിക്കുക. ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു, പോകുന്നവരെ കാണുന്നുമില്ല. കൂടെ വന്നവരൊക്കെ അവിടെ പോയി. ഞങ്ങൾ ദാൽ ലേക്ക് നടുക്ക് എവിടെയോ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂടെ വന്ന മകന്മാരൊക്കെ എങ്ങോട്ട് പോയി. ഈ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് വളരെ പയ്യാണ്. ചേട്ടൻ ഇതുവരെ അമ്മാവങ്കേറി ഇത് മാറ്റി പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. കുട്ടനാട്ടിലെ പമ്പാ നദിയിൽ തുഴഞ്ഞു നടന്ന നമുക്കാണോ ഇതല്ല ഒരു പുതുമ. പിന്നെ ഇത് കാശ്മീരാണ്. പിന്നെ ഇത് ഷിക്കാരയാണ്. ഷിക്കാര ഓക്കെ. ദാൽ ലേക്കാണ്. ദാറ്റ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മളിവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ. നമ്മൾ പണ്ട് കേട്ടുള്ളത് തായ്ലൻഡിൽ പോയിട്ടുള്ള കണ്ടുപിടുത്ത. പക്ഷേ ലഡാക്ക് ഹാൻഡ്ലൂം ഹൗസ്. യെസ്,
This is a floating market of Dal Lake. Dal Lakeലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ നമ്മളിങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് റോസ്റ്റിന് മണം വരുന്നുണ്ട്. എന്തോ ഒരു റോസ്റ്റിന്റെ മണം വരും. ബീഫിന്റെ മണം ഇങ്ങനത്തെ പിശുക്കന്മാരെ ആദ്യമായിട്ടൊക്കെ അവർ കാണുന്നത് കേട്ടോ. ശരിയാ, 3 ബോട്ട് നിറച്ച് പിശുക്കന്മാര്. കഞ്ചൂസ്, അയാൾ എന്നെ വിളിച്ച മാത്സ് ടീച്ചർ കഞ്ചൂസ്. കഞ്ചൂസ് എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ദാൽ ലേക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഞങ്ങൾ നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പോയി വാങ്ങുന്നോ? കാണാനൊക്കെ രസമുണ്ടാവും. ഇവിടുന്ന് നമുക്കൊന്ന് സ്ട്രീറ്റിൽ ഇറങ്ങാം. അപ്പം ഇല്ല, അതിങ്ങനെ കറങ്ങി അവിടെ എത്തുമായിരിക്കും അല്ലേ? അതെങ്ങനെ കറങ്ങി നമ്മള് തുടങ്ങിയടുത്ത് എത്തുമായിരിക്കും. അതായിരിക്കും. ഇവിടെ കാണുന്നത് ഹൗസ് ബോട്ടാണ്. 2 ഹൗസ് ബോട്ടിനിടയ്ക്കുള്ള നാരോ പ്ലേസിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഗൂൺ പാലസ്. ലങ്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതലേ. ഒരു പിടി മനസ്സിൽ 1000 കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. ഒരു പിടി മനസ്സിൽ 1000 കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. എന്നെന്നും ലാളിക്കാനീ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനാവോളവും. सर आपके लिए कॉफी, कावा, हॉट चॉकलेट, बादाम दूध, जवानी वापस लाने वाला. Something one time experience in Shikara brother. അങ്ങനെ ഒന്ന് ദാലിലേക്കൂടെ വട്ടം കറക്കി 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. രസമാനുഭവം, വ്യത്യസ്തമാനുഭവം. കാശ്മീർ വന്നാൽ, ശ്രീനഗർ വന്നാൽ ദാൽ ലേക്കിലൂടെ അല്ലേ, ദാൽ ലേക്കിലെ ഷിക്കാരൊന്ന് കറങ്ങണമെന്നാണല്ലോ ഒരു വൈപ്പ്. ഞങ്ങളും അത് നമ്മൾ വെച്ചില്ല. രസമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ദൂരെ മലനിരകളിൽ പറയാൻ വേണമെങ്കിൽ എന്താണ് ഒരു കാവ്യ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞ് അരക്കച്ച കെട്ടിയ മലനിരകൾ എന്നൊക്കെ പറയാം. നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ അല്ലേ? വെള്ളം തുറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഷിക്കാര സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തി. യാത്രകൾ തുടരുന്നു. നമ്മൾ നമ്മുടെ ഷിക്കാര യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങി കയറുകയാണ്. എന്തോ ആവട്ടെ. അത് മതി. നമ്മൾ അതിക്കുള്ള എന്താ ഉള്ളത്? ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഈ അതിക്കുള്ള ആവുന്നില്ലല്ലോ. അതെ അതെ, അമ്മേന്റെ ഫോൺ ചത്ത്. യെസ് യെസ്. ഓ നീ പോരെ, ഒന്ന് താഴെ പിടിച്ചോ.
Thank you. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു പിടി മനസ്സിൽ ഓരായിരം കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. ഒരു പിടി മനസ്സിൽ ഓരായിരം കഥകൾ പൂക്കും പൂമുഖങ്ങളിൽ. എന്നെന്നും ലാളിക്കാനീ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനാവോളവും. പ്രണയം മധുരം മദലസലധികം ആടാം പാടാം ആനന്ദമായി. തൂവെൺ തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയന്ന പൈതലേ തുഴയാ തുഴയാ മൗനരാഗ കിളികളാ. ശ്രീനഗറിലും ദാൽ ലേക്കിലും ഇരുട്ടി വീണ് കിടക്കുന്നു. തണുപ്പ്. കാശ്മീരിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. രാവിലെ പോകുന്നതല്ലേ, ഒരു ചായ കുടിച്ച് ഫ്രഷായിട്ട് വീണ്ടും ഇറങ്ങും കാശ്മീരിൻ്റെ രാക്കാഴ്ചകളിലേക്ക്. വഴിവിളക്കുകൾ കണ്ണു തുറന്നിരിക്കുന്നു. കടകളിലൂടെ ഇങ്ങനെ റോന്തി വിട്ടുന്ന സഞ്ചാരികൾ. ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യം, ശരിക്കും എല്ലാം ഉണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് നമുക്കൊപ്പം ഉണ്ട്. നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് വേണം. കാരണം നമ്മുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ചട്ടക്കൂടിലാണ്. അതുകൊണ്ട് പട്ടാൾക്കാർ പറയുന്നില്ലേ, നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞങ്ങൾ കാവലുണ്ടെന്ന് പറയുന്ന പോലെ. യെസ്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സേനാനികൾ നമുക്ക് കാവലിരിപ്പുണ്ട്. നമ്മൾ കാണാത്തത് കണ്ട്, നമ്മൾ കണ്ണിൽ പെടാത്തവയെ കണ്ടുകൊണ്ട് നാളെ ആപത്തും പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ കരുതിക്കൊണ്ട് ശരിക്കും സ്ട്രിക്റ്റായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഫീൽ ഗുഡ് അല്ല, ഫീൽ പ്രൗഡ്. ഒരു ഭാരതീയനായതിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹോട്ടൽ ഒപ്പറ ഇൻ. അപ്പോൾ അങ്ങോട്ട് കയറട്ടെ. ഒപ്പറ ഇന്നിൻ്റെ സന്ധ്യാക്കാഴ്ചകളിലെ ഒന്നാം ദിനം. ഇവിടെ ഇനിയുമുണ്ട് ഞങ്ങൾ 2 ദിവസം കൂടെ. दोनों फेज है ना आपका? റൂമിലെത്തി ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. നമുക്ക് അവിടെ പിന്നെ കഴിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ബോബി സാർ? എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട്, സ്റ്റീം റൈസ് ഉണ്ട്, ദാലുണ്ട്, റൊട്ടിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, പനീർ, മിക്സ് വെജിറ്റബിൾ, ചിക്കൻ കറി, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്. അതല്ലേ വേണ്ടേ? പിന്നെ ഒരുപാട് സലാഡ്. ഓക്കെ, ഡെസേർട്ട് മതിയില്ല കേട്ടാ അല്ലേ? ഇതുണ്ട്. റൈസ് എന്താണ്? ദാൽ മഖാനി. ദാൽ മഖാനി നമുക്ക് വേണമെന്നില്ല. നമ്മൾ റൊട്ടി നാനുണ്ട്. ഇത് മിക്സഡ് വെജ്, പലക് പനീർ ആൻഡ് ഷജ എന്താ ചിക്കൻ കറി അല്ലേ? നമുക്ക് വേണ്ട കിലോ അല്ലേ? തന്നെ ഫിർണി. വാട്ട്സ് ഫിർണി? വേണ്ട അതാ ഡെസേർട്ട്. ഓഹോ, അതാണല്ലേ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങളിങ്ങനെ രാജകീയമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ? നേരത്തെ വന്നിട്ട് വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്.